മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ പലതരം കേക്കുകൾ തയ്യാറാക്കാറുണ്ട്. എന്നാലും വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എന്താ പറയുക, സാധാരണ പ്ലം കേക്ക് ആകാം, അതല്ലെങ്കിൽ ബട്ടർ കേക്ക്, സ്പോഞ്ച് കേക്ക്, ഇങ്ങനെയുള്ള നോർമലായിട്ട് സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേക്ക്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കടയിൽ ചെന്നാലും ഏത് ബേക്കറി ചെന്നാലും, ഇപ്പോൾ മുന്തിയ ബേക്കറി ആവണമെന്നില്ല, ഒരു സാധാരണ നാട്ടിൻപുറത്തെ ബേക്കറിയിൽ പോയാൽ പോലും കാണുന്ന ചില കേക്ക്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ബട്ടർ കേക്ക്, പിന്നെന്താ പ്ലം കേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയും മുറിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കടലാസിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാണുന്നൊരു കാര്യമാണ് കപ്പ് കേക്ക്. കപ്പ് കേക്കും ഏത് കടയിലും പണ്ട് തൊട്ടേ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ വലിയ മോഡേൺ ആയിട്ടുള്ള പോഷ് ആയിട്ടുള്ള പേസ്ട്രി ഷോപ്സ് അങ്ങനത്തെ കടകളൊന്നും അന്നില്ല. ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പോലും കപ്പ് കേക്ക് എല്ലാം കിട്ടുമായിരുന്നു. ഇപ്പോൾ പോലും ചില മുറുക്കാൻ കടകളിലും കപ്പ് കേക്ക്സ് ഇങ്ങനെ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും കപ്പ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഈ സ്റ്റാർ ഷേപ്പിലുള്ള സ്പോഞ്ച് കേക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പ് കേക്ക് പക്ഷേ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കപ്പ് കേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഐറ്റം കപ്പ് കേക്കാണ്. ഈ കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പില്ലാത്ത വെണ്ണ 125 ഗ്രാം, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, മൈദ മാവ് 1.5 കപ്പ്, ബേക്കിംഗ് പൗഡർ 2.5 ടീസ്പൂൺ, പാല് 1/4 കപ്പ്, മുട്ട 3 എണ്ണം, വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് വേണം ബൗളിലേക്ക് ബാക്കി കാര്യങ്ങൾ മാറ്റേണ്ടത്. അതായത് മൈദ മാവും ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ 1.5 കപ്പ് മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂടുതൽ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർക്കാൻ പോകുന്നത് 2.5 ടീസ്പൂൺ. ഇത് ഞാൻ കറക്റ്റ് അളന്ന് വെച്ചിരിക്കുന്നതാണ്. 2.5 ടീസ്പൂൺ 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഇടഞ്ഞെടുക്കുകയും കൂടി ചെയ്യാം ഒരു അരിപ്പയിലൂടെ. അപ്പോൾ നല്ലതായിട്ട് യൂണിഫോമായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ബേക്കിംഗ് പൗഡർ യോജിച്ച് കിട്ടും. എന്തായാലും ബേക്കിംഗ് പൗഡറും മൈദ മാവും ആദ്യത്തെ കോമ്പിനേഷൻ. ഇനി നമ്മൾ കുറച്ചുകൂടി വലിയൊരു ബൗൾ എടുക്കുന്നു, ഒരു കുഴി ബൗള്. അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഒരു 125 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ അതാദ്യമേ തന്നെ മാറ്റും. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ, അതായത് നല്ല ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതെടുത്ത് പുറത്തേക്ക് വയ്ക്കുക. മുറിയുടെ ചൂട് എത്രയാണോ അതനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചറിലിരുന്ന് സോഫ്റ്റ് ആകണം വെണ്ണ. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി, അത് കാരണം ഇങ്ങനെ എന്താ പറയുക, ഇളകി വരുന്നില്ല, അത് സ്പൂണിൽ ഒട്ടി പിടിക്കുന്ന അത്രയും സോഫ്റ്റായിപ്പോയി. അതിൻ്റെ കൂടെ പൊടിച്ച പഞ്ചസാര 1 കപ്പ്, ഇനി അതിലേക്ക് മൈദാമാവും ബേക്കിംഗ് പൗഡറും കൂടി ഒന്നിച്ച് യോജിപ്പിച്ചത് 1.5 കപ്പ്. 1.5 കപ്പ് മൈദാമാവിൽ 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി 3 മുട്ട. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു കുഴി ഉണ്ടാക്കാം. വലിയ കുഴിയൊന്നും വേണ്ട, കാര്യം അകത്തോട്ട് കുഴിക്കാൻ പറ്റില്ല, കാര്യം വെണ്ണയുണ്ട് ഏറ്റവും താഴെ. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല, ഞാൻ രണ്ടായിട്ട് ഒന്നിച്ച് ചേർക്കുകയാണ്. ഇതൊരു 1 ബൗൾ കേക്കെന്നല്ല വേണമെങ്കിൽ ഇതിന് പേരിടാം. ഒറ്റ ബൗളിൽ തന്നെ എല്ലാം കൂടി യോജിപ്പിക്കുന്ന ഒരു കേക്ക്. പിന്നെ ഒരു 1/2 കപ്പ് പാൽ, പശുവിൻ പാലാവാം. അപ്പോൾ ഇനി നമുക്കൊരു ഫ്ലേവറിങ് ഏജൻറ്റ് വേണമല്ലോ. എന്താണ് ഒരു മണം കൊടുക്കേണ്ടത്? നമുക്ക് വാനില മണം തന്നെ കൊടുക്കാം, വാനില എസെൻസ്. അപ്പോൾ ഈ കപ്പ് കേക്കിന് നമുക്കൊരു വാനില കപ്പ് കേക്ക് ആക്കാം. അതുകൊണ്ട് വാനില എസെൻസ്, അതല്ല പിസ്റ്റ ഫ്ലേവർ വേണമെങ്കിൽ പിസ്റ്റ എസെൻസ്, ഇങ്ങനെ ഫ്ലേവേഴ്സ് മാറി മാറി ചെയ്യാം, എന്ത് വേണമെങ്കിലും. അതിൽ 1 ടീസ്പൂൺ എസെൻസും കൂടി ചേർക്കാം. ഇനി നമ്മളൊന്ന് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ബ്ലെൻഡർ എടുക്കുക, ഇതെല്ലാം കൂടി ചേർത്ത് ആദ്യം ലോ സ്പീഡ്, ചെറിയ സ്പീഡിൽ ഒരു 2-3 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടും. ആദ്യം ലോ സ്പീഡ്. അപ്പോൾ ഈ ചെറിയ സ്പീഡിൽ നമ്മളൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ചേർന്നൊന്ന് യോജിച്ച് കിട്ടും. അതാണ് ആദ്യത്തെ ഉദ്ദേശം. ഇനി നമ്മൾ ഇപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്പീഡൊന്ന് മീഡിയമിലേക്ക് ആക്കാം, കുറച്ചുകൂടി കൂട്ടാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആൻഡ് ക്രീമി ആയിട്ട് വരണം. അപ്പോൾ ഇളം കളറായിട്ട് മാറും, കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാവും, ഒരു ലൈറ്റ് ക്രീം കളറായിട്ട് വരും.
സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി കഴിഞ്ഞു. ഇനി ഞാൻ തടിത്തവി വെച്ചൊന്ന് ഇളക്കി നോക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ സാധാരണ തടിത്തവി വെച്ച് ചെയ്താലും ഇങ്ങനെ തന്നെ ആയിരിക്കും, നല്ല പതച്ചെടുക്കും. പക്ഷേ എല്ലാം കൂടി ചേർത്തിട്ട്, അതായത് നമ്മുടെ എല്ലാ ചേരുവകളും കൂടി ഒന്നിച്ച് ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ തടിത്തവിയെക്കാട്ടി നല്ലത് ബ്ലെൻഡറാണ്. തടിത്തവിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം എന്താ പറയുക, വെണ്ണ, പഞ്ചസാര, പിന്നെ അത് കഴിഞ്ഞ് മുട്ട, അത് കഴിഞ്ഞിട്ട് മൈദ, ഇടയ്ക്കിടയ്ക്ക് പാലും കൂടി ഒഴിച്ച് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഡോ കാണുമ്പോൾ അറിയാം കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കുന്നു. ഇനി ഇതിൽ നിന്നും നമ്മൾ കപ്പ് കേക്കല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കപ്പ് കേക്കിൻ്റെ മോൾഡ് വാങ്ങാൻ കിട്ടും, കണ്ടല്ലോ. ഇത് പല ടൈപ്പ് ഓഫ് മോൾഡ് കിട്ടും, പല സൈസിന്. ഇത് ചെറിയ മോൾഡാണ്. ഇങ്ങനെ വാങ്ങിച്ചിട്ട് അത് വേണമെങ്കിൽ നമുക്ക്, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ, ഇത് സിലിക്കോണിൻ്റെ ഒരു മോൾഡാണ്. ഇതിൽ ഈ പേപ്പറിൻ്റെ ആവശ്യമില്ല വാസ്തവത്തിൽ. മാവ് ഡയറക്റ്റായിട്ട് എനിക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മതി, ഈ ഷേപ്പിൽ തന്നെ കേക്ക് തയ്യാറായി വരും. ഇത് അതല്ലാന്നുണ്ടെങ്കിൽ സിലിക്കോൺ മോൾഡ് അല്ല, സാധാരണ മോൾഡാണെങ്കിൽ ഇതുപോലെ പേപ്പർ എടുത്ത് വയ്ക്കുക, മോൾഡ്, ആ മോൾഡിനകത്തേക്ക് ഇങ്ങനെ കപ്പ് കേക്ക്സ് എടുത്ത് വയ്ക്കുക. കാര്യം കപ്പ് കേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു കപ്പും കൂടെ വരുന്നതല്ലേ രസം, അതുകൊണ്ട് മാത്രം പേപ്പർ കപ്സും കൂടി വയ്ക്കുക. എന്നിട്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറേശ്ശെ മാവെടുത്തിട്ട് ഓരോ മോൾഡിലായിട്ട് നിറയ്ക്കുക. ഏകദേശം ഒരു 1/4 ഭാഗം വരെ നിറയ്ക്കാം. ഇതിന് നന്നായിട്ട് പൊങ്ങി വരും, കാര്യം ബേക്കിംഗ് പൗഡറൊക്കെ ഉള്ളതല്ലേ. ബേക്കായി വരുമ്പോൾ കുറച്ചുകൂടി വലിപ്പം വരും. അപ്പോൾ കപ്പിൻ്റെ ഏകദേശം മുകളിലറ്റം വരെ എത്തും. അപ്പോൾ നമ്മളുടെ കപ്പ് കേക്ക്സ് എല്ലാം തന്നെ മോൾഡിൽ കയറി കഴിഞ്ഞു. ഒരു ബാറ്റർ നന്നായിട്ട് ഞാൻ എല്ലാത്തിലും ഒരു 1/4 ഭാഗം നിറച്ച് കഴിഞ്ഞു, പേപ്പർ കപ്സിലെല്ലാം. അപ്പോൾ ഈ ഒരു അളവിൽ, ഏകദേശം ഈ അളവിൽ നിന്ന് നമുക്കൊരു 30-32 കപ്പ് കേക്ക്സ് തയ്യാറാക്കാൻ സാധിക്കും. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി നേരെ അവനിലേക്ക് വെച്ച്, ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 20-25 മിനിറ്റ്, ഒരു 180-200 ഡിഗ്രി ചൂടിൽ. അത് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട്. പിന്നെ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും ലളിതമായ കപ്പ് കേക്കിൻ്റെ മിക്സാണ് നമ്മൾ കണ്ടത്. ഇനി ഇത് നമുക്ക് ചൂടായി കിടക്കുന്ന അവനിലേക്ക് മാറ്റാം. അപ്പോൾ അതൊന്ന് ബേക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ട്രേയിൽ വെച്ചതും പിന്നെ മോൾഡിനകത്ത് വെച്ചതും, 2 കാര്യങ്ങൾ. അപ്പോൾ ഒരു 25 മിനിറ്റ്സ്, 25 മിനിറ്റ് 200 ഡിഗ്രി ചൂടിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോൾഡ് ഇല്ലാണ്ട് നമ്മൾ വെച്ചതിലും ഞാൻ കൂടുതൽ പേപ്പർ കപ്സ് ഓരോന്നിനും ഉപയോഗിച്ചിരുന്നു. കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, കൂടുതലായിട്ടുണ്ട്, അതായത് 4-5 കപ്സ് അകത്ത് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് അതിൽ നിന്നും മാറ്റി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന കപ്പ് കേക്ക് പോലെ തന്നെ ഇരിക്കും. കണ്ടില്ലേ, പേപ്പർ കപ്പ് അടിയിൽ ആ ലൈറ്റ് ബ്രൗൺ കളർ, താഴെ മേളിലൊരു ലൈറ്റ് ഗോൾഡൻ കളർ. അങ്ങനെ ഓരോന്നിലും ഞാൻ എക്സ്ട്രാ കപ്സ് വച്ചിരുന്നു. ആ കപ്സ് അങ്ങ് മാറ്റാം നമുക്ക് അഡീഷണൽ, എന്നാലേ കറക്റ്റ് ആ കളർ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കപ്പ് കേക്കിൻ്റെ. അതൊരു ആഡഡ് പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്നതാണ്. അത് അങ്ങനെ ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോ പേപ്പർ വയ്ക്കാണ്ട് ഒരു 4 പേപ്പറോ 5 പേപ്പറോ ഉള്ള മോൾഡിനകത്ത് വയ്ക്കും. എന്തായാലും കടയിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഒരു 30-ൽ കൂടുതൽ കപ്പ് കേക്ക്സ് ഈ അളവിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരുപാട് അളവൊന്നുമില്ല. 1.5 കപ്പ് മൈദ മാവിലാണ് നമ്മൾ തയ്യാറാക്കിയത്. 125 ഗ്രാം എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ, 1 കപ്പ് പഞ്ചസാര, ഒരു 3 മുട്ട. അത്ര എളുപ്പമല്ലേ, എന്ത് കാര്യം, ഒന്നുമില്ല. 1/4 കപ്പോളം പാലും കൂടി ചേർക്കാം. ഈസിയാണ്. ഒന്നിച്ചെല്ലാം കൂടി ചേർത്തിട്ട് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ, എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് റെഡിയാക്കി എടുക്കുക. 25 മിനിറ്റ് കൊണ്ട് കപ്പ് കേക്ക് റെഡി. ഇത് ചീത്താവില്ല. പാക്കറ്റിൽ നമുക്ക് ബോക്സിനകത്താക്കി വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യാനുസരണം കഴിച്ച് നടക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടവും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി എടുത്തത്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു ചൈനീസ് ഐറ്റമാണ്. ചൈനീസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് എന്താ, ചിക്കൻ ആയിരിക്കാം, ചില്ലി ചിക്കൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കോളിഫ്ലവർ വെച്ചിട്ട് ഉള്ള വെജിറ്റേറിയൻ ഐറ്റംസ്. ഇതൊന്നുമല്ല, നമ്മൾ മുട്ട കൊണ്ടൊരു ചൈനീസ് വിഭവം തയ്യാറാക്കാൻ പോകണം. മുട്ട കൊണ്ട് നമ്മൾ നേരത്തെ ഒരു ചൈനീസ് ഐറ്റം ചെയ്തിട്ടുണ്ട്, അത് മുട്ട ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ ഇത് അതിൽ നിന്നുമൊക്കെ കുറച്ചുകൂടി എളുപ്പമുള്ള ലളിതമായ മറ്റൊരു വിഭവം. ഇതും ഒരു ചില്ലി എഗ്ഗ് തന്നെയാണ്, എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കം. വളരെ എളുപ്പം, ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു വിഭവം. അപ്പോൾ ഈ ചില്ലി എഗ് വിത്ത് ക്യാപ്സിക്കം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 4 എണ്ണം, എണ്ണ 2 ടേബിൾ സ്പൂൺ, സവാള 3 വലുത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി
1.5 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം 1 വലുത് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, തരിതരിപ്പായി പൊടിച്ച കുരുമുളക് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അജിനോമോട്ടോ വേണമെങ്കിൽ 1 നുള്ള്. അപ്പോൾ നമ്മുടെ എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കത്തിൻ്റെ ആദ്യത്തെ പരിപാടി ഞാൻ തുടങ്ങാൻ പോവാണ്. 4 കോഴിമുട്ട, താറാമുട്ടയിലും ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. 4 മുട്ട എടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ഓംലെറ്റിനോ അല്ലെങ്കിൽ സ്ക്രാമ്പിളിനോ വേണ്ടിയിട്ടോ ചെയ്യുന്ന പോലെ പൊട്ടിച്ച് അപ്പോൾ 4 മുട്ടയും പൊട്ടാതെ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സാധാരണ ചിലപ്പോൾ നമ്മൾ പൊട്ടാതെ മുട്ട എടുക്കാൻ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരിടം പൊട്ടും. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ലായിരുന്നു, പൊട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒന്നും പൊട്ടിയില്ല, എല്ലാം മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഇനി ഒരുപോലെ ഇതൊന്ന് നമുക്ക് ഉടയ്ക്കണം. അപ്പോൾ ഉടയാണ്ട് കിട്ടിയതല്ലേ, എന്തായാലും ഉടയ്ക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, വലിയ ബീറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി നമ്മൾ ഒരു മുട്ട സ്ക്രാമ്പിൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ക്രാമ്പിൾ ഉണ്ടാക്കുന്നത്? മുട്ട ഇങ്ങനെ എന്താ പറയുക, വെറുതെ പൊട്ടിച്ചൊഴിച്ചിങ്ങനെ ഇളക്കി ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുന്നതാണ് സ്ക്രാമ്പിൾ. കുറച്ച് എണ്ണ ഒഴിക്കണം, 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, 1/2 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ എണ്ണ ചൂടായി, പാത്രവും ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് അടിച്ചു വെച്ചിരിക്കുന്നു. ഇനി മുട്ടയുടെ അളവ് കുറച്ചുകൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാലും കൂടി വേണമെങ്കിൽ ഒഴിക്കാം സ്ക്രാമ്പിളിൽ. അപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടി 4 മുട്ടയുടെ കൂടെ ചേർത്താൽ കുറച്ചുകൂടി എന്താ പറയുക, വോളിയം കിട്ടും. നമുക്ക് മുട്ടയുടെ അളവ് ഒരു 5 മുട്ട എടുക്കുന്നതിൻ്റെ അതേ അളവ് കിട്ടും. സ്ക്രാമ്പിളാക്കിയിട്ട് ഇതിൽ നിന്നും മാറ്റണം. അത് പെട്ടെന്ന് തീരുന്ന ജോലിയാണല്ലോ സ്ക്രാമ്പിൾ. ഏറ്റവും എളുപ്പം ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു കൊച്ചു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്ക്രാമ്പിൾ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ വിഭവം വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ആയിക്കഴിഞ്ഞു. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് 4 മുട്ടയാണ്, ചെറുപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഇങ്ങനെ ഇളക്കി തോരൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട് സ്ക്രാമ്പിൾ. ഇത് റെഡി. ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ എഗ് ചില്ലി റെഡിയാവും. ചൈനീസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് കുക്കിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇനി പാത്രം ഞാൻ വീണ്ടും അടുപ്പിലേക്ക് വെച്ചു. കുറച്ചെണ്ണ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ ഒന്നും വേണ്ട, ഇത് ചൈനീസ് കുക്കിംഗ് ആണ്, അപ്പോൾ അതിന് ഫ്ലേവറുള്ള എണ്ണ ഒന്നും വേണ്ട. ഇനി ഏതെങ്കിലും ഒരു തരം റിഫൈൻഡ് ഓയിലാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നല്ലെണ്ണയിലും ചെയ്യാൻ സാധിക്കും. കാര്യം ചൈനീസിൻ്റെ ഒറിജിനൽ കാര്യം ചെയ്യുമ്പോൾ നല്ലെണ്ണയാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. എപ്പോഴും കൂടുതലും ചൈനീസ് കുക്കിങ്ങിലൊക്കെ വരുന്നത് ആ വെളുത്തുള്ളിയുടെ ഗാർലിക് ഫ്ലേവറാണ്, അപ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഇത് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ്, ഏകദേശം 1.5 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ടു, എണ്ണയിൽ കിടന്ന് വാടി തുടങ്ങി. ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്ന പച്ചമുളക്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇതും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടെന്ന് പറയാം അളവ്, അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ എഗ് ചില്ലിയാണ്, എഗ് ചില്ലിയുടെ എരിവ് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പച്ചമുളക്, പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കും, ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് വാടിയാൽ മാത്രം മതി, ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇത് കുറച്ചുകൂടി ഒന്ന് വാടിക്കോട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ സവാളയുടെ കാര്യം പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ സ്ലൈസസ് എന്ന് പറയും, അതായത് വട്ടത്തിന് അരിയുന്നത് സ്ലൈസസ്, അല്ലെങ്കിൽ ഒരു സവാള എടുത്ത് 2ആയിട്ട് മുറിച്ചിട്ട് നീളത്തിന് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ സ്ലൈസ് ചെയ്തെടുക്കുക എന്ന് പറയും. അല്ലെങ്കിൽ ചോപ്ഡ്, ചെറുതായിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഹാഫ് സ്ലൈസസ് ആണ്. ഒരു സവാള എടുത്ത് 2ആയി മുറിച്ചിട്ട് പിന്നെ അതിനെ വീണ്ടും ഇങ്ങനെ കുറുകെ മുറിച്ചിട്ട് സ്ലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും പകുതിയുള്ള വട്ടമാണ്. ഒരു ഫുൾ വട്ടം ഉണ്ടാവില്ല, ഒരു പകുതി വട്ടമായിട്ട് വരും. അതായിരിക്കും ഇതിന് പറ്റിയ കട്ടിങ്.
ഇതിന് വേണ്ടി മുറിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ട് വരുന്നുണ്ട്. ആ മൂത്ത് വരുമ്പോൾ പച്ചമുളകും വാടി തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് സവാള ഹാഫ് സ്ലൈസസ്, പകുതി സ്ലൈസസ് ആയിട്ട് മുറിച്ച്, പകുതി വട്ടം ആയിട്ട് മുറിച്ചത്. അപ്പോൾ അതിങ്ങനെ വാടി വരുമ്പോൾ അതിങ്ങനെ ഇതളുകളായിട്ട് ഇളകിക്കോളും. അപ്പോൾ ഇതുമൊക്കെ ഒന്ന് വാടി വരണം. സവാളയുടെ കഷ്ണങ്ങളും ഒന്ന് വാടി മൂക്കണ്ട, പക്ഷെ വാടി ഇളകി വരും. അപ്പോൾ ആ ഒരു പാകം നോക്കിയിട്ട് ക്യാപ്സിക്കം ചേർക്കാം. എന്തായാലും സവാള ഒന്ന് വാടട്ടെ. ഇപ്പോൾ സവാളയുടെ നിറം ഒന്ന് പിങ്കായി, അതായത് ഒന്ന് വാടിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ ക്യാപ്സിക്കം കൂടി ചേർക്കാൻ പോകും. ഇനി രണ്ടുപേരും കൂടി കിടന്നൊന്ന് കളർ മാറിക്കോട്ടെ. അതായത് പച്ചനിറം മാറാൻ പാടില്ല, ഒന്ന് വാടണം, അത്രേ ഉള്ളൂ. സവാളയുടെ കൂടെ ക്യാപ്സിക്കം. ഇത് 2-3 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ക്യാപ്സിക്കം ഒന്ന് വാടി തുടങ്ങിയെന്ന് തോന്നുമ്പോൾ നമ്മൾ അടുത്ത കാര്യം ചേർക്കാം. ഇതെല്ലാം കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നിമിഷങ്ങൾ കൊണ്ട് തയ്യാറാവുന്ന വിഭവമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യുക. ഇപ്പോൾ ക്യാപ്സിക്കം വാടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഇങ്ങനെ വെന്ത് തുടങ്ങുമ്പോൾ ഒരു മണമുണ്ട്, ക്യാപ്സിക്കത്തിൻ്റെ മണം. ആ മണം ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട. നമ്മൾ ഇങ്ങനെ തോരൻ പോലെ ആക്കി വെച്ചിട്ടില്ലേ മുട്ട, അതും ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി കിടന്നൊന്ന് വഴണ്ട് കിട്ടട്ടെ. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് വാടിയിട്ടുണ്ട്, പക്ഷെ നിറം മാറിയിട്ടുമില്ല. നിറം മാറിയാൽ അതിൻ്റെ ഭംഗിയും രുചിയും എല്ലാം പോകും. വാടി വെന്ത് കഴിഞ്ഞാൽ ക്യാപ്സിക്കത്തിന് ഒരു കരുകരുപ്പ് ആ ഉള്ളിക്കും വേണം, ക്യാപ്സിക്കത്തിന് വേണം. അപ്പോൾ മുട്ടയും കൂടി ചേർത്തു. ഏകദേശം എല്ലാ കാര്യങ്ങളും. ഇനിയാണ് നമ്മൾ സോസിൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. ഇത് ചില്ലി സോസ് തന്നെ പച്ച കളറിലെ സോസും ഉണ്ട്, ചുമന്ന കളറിലെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ചുവന്ന കളറിലെ ചില്ലി സോസ്. ഇത് ചുവന്ന മുളകിൽ ഉണ്ടാക്കുന്ന ചില്ലി സോസ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയാലും മതി, പക്ഷേ കളർ ഇത്രത്തോളം കിട്ടില്ല. 1 ടേബിൾ സ്പൂൺ. അതിനോടൊപ്പം തന്നെ ടൊമാറ്റോ സോസ് ഒരു വലിയ ടേബിൾ സ്പൂൺ, വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂണും ചേർക്കാം. ഇപ്പോൾ ചില്ലി സോസ് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ രുചിക്കനുസരിച്ചിട്ട്. സോസ് രണ്ടും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ചൈനീസ് മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് നോക്കിയിട്ട് എരിവ് എത്ര വേണം അതനുസരിച്ച്. കാര്യം പച്ചമുളക് കൊണ്ട് ചില്ലി സോസ് ചേർത്തു. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ അളവും ക്രമീകരിക്കാം ഇഷ്ടാനുസരണം. നമ്മുടെ എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കം റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല, സംഗതി റെഡിയാണ്. ഇനി അജിനോമോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 നുള്ള് ചേർക്കുക. നല്ല ചൈനീസ് മണം വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ കളർഫുള്ളായിട്ടുള്ള എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കം റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, പച്ച ക്യാപ്സിക്കം, ഓറഞ്ച്, ഒരു ലൈറ്റ് ഓറഞ്ച് കളർ. എന്തുകൊണ്ടും ഒരു അടിപൊളി വിഭവമാണ്. നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഒരു ക്യാപ്സിക്കം, ഒരു 3 വലിയ സവാള, പച്ചമുളക് 2 എണ്ണം, കുറച്ച് വെളുത്തുള്ളി, പിന്നെന്താ മുട്ട. 4 മുട്ട കൊണ്ട് ഇത്രയായില്ലേ. ഇത് 4 ആൾക്കാർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള കാര്യമുണ്ട്. പിന്നെ സോസ്, എന്താ പറയുക, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അത് നമ്മുടെ വീടുകളിൽ മിക്കവാറും ഉണ്ടാവും. കുരുമുളക് പൊടി, ഉപ്പ്, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, റൈസിൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിൽ സാൻഡ്വിച്ചായിട്ട് ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ബ്രെഡിനെ സാൻഡ്വിച്ചാക്കി കഴിക്കാം. അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഗ്രില്ല് ചെയ്ത് കഴിക്കാം, ടോസ്റ്റ് ചെയ്ത് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ചൊരു വിഭവമാണ് കപ്പ് കേക്ക്. പലതരം കേക്ക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്ക് ചിലപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ കാണിക്കണം എന്ന് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ കപ്പ് കേക്ക് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ ഇത് വീട്ടിലെ പാചകത്തോട് താല്പര്യമുള്ള ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്നതാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഈ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ കൊച്ചുകുട്ടികളാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടിയാൽ, ഇതുപോലെ ആയി വന്നാൽ തീർച്ചയായിട്ടും പിന്നെയും പാചകം ചെയ്യാനുള്ളൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമതുണ്ടാക്കിയത് ഒരു തട്ടിക്കൂട്ട് ഐറ്റമാണ്. വീട്ടമ്മമാർക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റം. വളരെ സിമ്പിളായിട്ടുള്ള എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കം.
അതൊരു മെയിൻ ഗസ്റ്റുകളെയൊക്കെ വിളിക്കുമ്പോൾ ഒരു 4-5 ഐറ്റത്തിൻ്റെ കൂടെ ഒരു സിമ്പിൾ ഐറ്റമായിട്ട് വേണമെങ്കിലും വെക്കാം. പിന്നെ ഒരു സ്നാക്ക് ഐറ്റമായിട്ട് കുറച്ചുകൂടി എരിവൊക്കെ കൂട്ടി വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്തായാലും തീർച്ചയായിട്ടും ആ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും.